നമസ്കാരം. അറിവുത്സവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നടക്കുന്ന അറിവുത്സവത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കണ്ടാലോ? ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. 47 വർഷത്തിനു ശേഷം റഷ്യ രൂപപ്പെടുത്തിയ ചന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം ലൂണ 25. അടുത്തത്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണല്ലോ. എന്നാൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഏലം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ആദ്യ രൂപം നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം സ്വീഡൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. എന്നാൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കാവേരി. അടുത്ത ചോദ്യം, 1739-ലാണ് ഓസോൺ വാതകം കണ്ടെത്തിയത്. ഇത് കണ്ടെത്തുകയും ഇതിന് ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. അടുത്ത ചോദ്യം, ലോക പൈ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 14. അടുത്തത് ഒരു ഗണിതമാണ്. 384 × 384 എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം 384 തന്നെയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആയിരുന്നു. ഹൗ ഡു ഐ ലവ് ദേ ലെറ്റ് മീ കൗണ്ട് ദി വേസ് ഈസ് ദി ഓപ്പണിംഗ് ലൈൻ ഓഫ് സോണറ്റ് ബൈ? ഉത്തരം എലിസബത്ത് ആണ്, എലിസബത്ത് ബറേറ്റ്. അടുത്ത ചോദ്യം ഒരു ഇംഗ്ലീഷ് തന്നെയാണ്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഇസ് ദ പോയം ബൈ? ആരുടെ പോയം എന്നാണ്? ഉത്തരം എമിലി ഡിക്കിൻസൺ. അടുത്ത ചോദ്യം നോക്കാം. ഊർജം സംഭരിച്ച് വച്ചിരിക്കുന്ന കോശത്തിലാണല്ലോ. കോശത്തിൻ്റെ ഊർജം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം മൈറ്റോകോൺട്രിയ. അടുത്തത്, പ്രാചീന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഇന്ധനങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ധനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഫോസിൽ ഇന്ധനങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മിശ്രിതങ്ങളിലെ നിറമുള്ള പദാർത്ഥം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ക്ലോറോമാറ്റോഗ്രഫി. അടുത്തത്, ചാക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് 95 ഡിഗ്രി ആയാൽ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? ഉത്തരം 85. അടുത്ത ചോദ്യം, കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗം എഴുതിയത് ആരാണ്? പി ഉദയഭാനു. ഐക്യരാഷ്ട്രസഭ വികസന പരിപാടിയുടെ ആഹ്വാനം അനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യ ദിനമായി ആചരിച്ചു വരുന്നു. ഏത് വർഷം മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്? 1989 മുതൽ, അതായത് ജനസംഖ്യ 500 കോടി കവിഞ്ഞതിന് ശേഷമാണ്. അടുത്തത്, അറബികൾ പല രാജ്യങ്ങളിലെയും സർവകലാശാലകളും വിജ്ഞാന കേന്ദ്രങ്ങളും ആശ്രയിക്കുന്നു. അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാല ഏത്? ഉത്തരം കോർദോവ സർവകലാശാല. 2005 വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ചത് രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനമാണ്? ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അടുത്ത ചോദ്യം, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പീരിയോഡിക് ടേബിൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം എഫ് ബ്ലോക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അവസാന ചോദ്യം കൂടിയാണത്. സോഫിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്ന ആദ്യ റോബോട്ട് എന്ന നിലയിലാണ് സോഫിയ എന്ന റോബോട്ട് ശ്രദ്ധ നേടുന്നത്. ഏതാണ് രാജ്യം? ഉത്തരം സൗദി അറേബ്യ. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ചോദ്യങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.